ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ക്രോഷ്യോയുടെ സിമ്പിൾസും അതിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത്, അത് വെച്ച് നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സിമ്പിൾസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് ഇതുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റിച്ചിനെ പറ്റിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഈ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ CH എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. അതിൻ്റെ സൈൻ വരുന്നത് ഇങ്ങനെ ഒരു ഓവൽ ടൈപ്പിലുള്ള ഒരു റൗണ്ടും കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇതുമായിട്ടിടും. ഇത് രണ്ട് ടൈപ്പിലും ഇടാറുണ്ട് കേട്ടോ. ചെയിൻ സ്റ്റിച്ചിനെ രണ്ട് ടൈപ്പിലും ഇടാറുണ്ടെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ പാറ്റേൺസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാറ്റേണിൽ കണ്ടോ, ഇതിങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാറ്റേണിൽ ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പിൽ തന്നാലും അത് ചെയിൻ സ്റ്റിച്ചിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ത്രെഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളൊരു ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മളിടുന്നത് യാൺ ഓവർ പുൾ ത്രൂ. ഇപ്പോഴാണ് ഒരു ചെയിൻ സ്റ്റിച്ചായി. യാൺ ഓവർ പുൾ ത്രൂ. ഇങ്ങനെ ഇടുന്നതിനെയാണ് നമ്മൾ ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിവിടെ 1 2 3 4 ചെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം ഇതുപോലെ വരയ്ക്കും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ 2 എണ്ണം ആണെങ്കിൽ 2 എണ്ണം വരയ്ക്കണം. അങ്ങനെയാണ് സിമ്പിൾസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അപ്പോൾ ചെയിൻ ചെയ്തു പോകുന്നത്. ത്രെഡ് ഇടുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് കാണിക്കാറുണ്ട്. കയ്യിൽ എങ്ങനെയാണ് ത്രെഡ് ഇടേണ്ടത്, എങ്ങനെയാണ് നീഡിൽ പിടിക്കേണ്ടത് എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മുടെ അടുത്ത സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ചിനെ നമ്മൾ SLST എന്നാണ് ഷോർട്ട് ഫോമിൽ കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ അതിനെ കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇതുപോലെ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് കൊടുക്കുക സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ത്രെഡിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയിൻസ് ചെയ്തു ഇല്ലേ, ഇതിനെ നമ്മൾ ഈ ചെയിനുമായിട്ട് ജോയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മളുടെ യാൺ ഓവറൊന്നും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ കയറ്റുക. എന്നിട്ട് ഈ ത്രെഡിനെ നമ്മൾ ഇതിലെ എടുത്ത് ഇങ്ങനെ ഒന്നും കൂടി എടുത്ത് വെക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, അപ്പോൾ അവിടെ ഒരു ലൂപ്പ് പോലെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇതിലാണെങ്കിലും നമ്മൾ നീഡിലിനെ കയറ്റി നമ്മളിതാ ഇങ്ങനെ എടുത്ത് ഈ ത്രെഡിൽ കൂടെ ഇങ്ങനെ കയറ്റുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. സ്ലിപ്പ് സ്റ്റിച്ചിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് SLST എന്നും പറഞ്ഞാണ് ഷോർട്ട് ഫോം എഴുതുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്ന സ്റ്റിച്ച്. ഇതിനെ നമ്മൾ SC എന്നാണ് ഷോർട്ട് ഫോം ആക്കി എഴുതുന്നത്. ഇതിന് നമുക്കൊരു ഇൻറ്റു അല്ലെങ്കിൽ ഒരു ക്രോസിൻ്റെ സൈനൊക്കെ പോലെയാണ് നമുക്ക് നമ്മൾ സാധാരണ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ചെയ്യാറുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിനകത്തൊരു 6 ചെയിൻ ചെയ്തിട്ട് അതിനെ 6 ചെയിനിലും നമ്മൾ അതിൻ്റെ പുറത്ത് അടുത്ത റൗണ്ട് വരുന്നത് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈനാണ് കേട്ടോ സിംഗിൾ ക്രോഷ്യയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യോ നമുക്ക് ത്രെഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മളിവിടെ ഒരു ചെയിൻ വിട്ടിട്ട് സെക്കൻഡ് ചെയിൻ തൊട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. നീഡിലിനെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിലൂടെ ഇങ്ങനെ എടുത്തിട്ട് യാൺ ഓവർ ചെയ്ത് ഈ 2 ത്രെഡിൽ കൂടെയും ഇങ്ങനെ എടുക്കണം. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. കണ്ടോ, ഇനി
അടുത്ത സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്ന സ്റ്റിച്ച്. ഇതിന് നമ്മൾ HDC എന്നാണ്, അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യോ എന്ന് HDC എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത്. ഇതിൽ നമ്മൾ T പോലെയുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കൊടുക്കുക. അതായത് നമുക്ക് സിമ്പിൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുമ്പം ഇത് കണ്ടോ, ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു T, ഒരു വര വരച്ചിട്ട് മുകളിൽ ഒരു ലൈനും കൂടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് DC-നെ നമ്മൾ വരയ്ക്കുമ്പം അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഈ ഹാഫ് DC എങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. ഇപ്പം നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തെ സ്റ്റിച്ച് തൊട്ട് ഞാൻ ഹാഫ് DC ചെയ്യാവേ. ഹാഫ് DC ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ത്രെഡിനെ ഇങ്ങനെയൊന്ന് യാൺ ഓവർ ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഒരു പ്രാവശ്യം കൂടി ത്രെഡിനെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും നീഡിലെ. ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ ത്രെഡിനെ വലിച്ചെടുക്കുമ്പോഴാണ് അത് ഹാഫ് DC ആവുന്നത്. യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാഫ് DC എന്ന് പറയുന്നത്. ഇതിന് ഈ സ്റ്റിച്ചിനെ കഴിഞ്ഞും കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. അടുത്ത സ്റ്റിച്ചായിട്ട് വരുന്നതുണ്ടല്ലോ, ഡബിൾ ക്രോഷ്യോ ആണ് അടുത്ത സ്റ്റിച്ച് വരുന്നത്. അതിന് നമ്മൾ DC എന്നാണ് എഴുതുക, ഡബിൾ ക്രോഷ്യോ ഷോർട്ടാക്കിയിട്ട്. അതിന് നമ്മൾ ഈ ഇട്ട T പോലെയുള്ള ഈ സൈനിൻ്റെ നടുക്കൊരു വെട്ടിടണം. ഇങ്ങനെയുള്ള ഒരു ചിഹ്നമാണ് ഡബിൾ ക്രോഷ്യോയ്ക്ക് വരുന്നത്. ഈ ഡബിൾ ക്രോഷ്യോ എങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാലോ. നമ്മൾ യാൺ എടുത്ത് നേരത്തെ ഹാഫ് DC-ക്ക് ചെയ്തതുപോലെ തന്നെ യാൺ ഓവർ ചെയ്ത് നീഡിലിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി നമ്മൾ വലിക്കും. ഇനി ഈ 3 എണ്ണം ത്രെഡ് നമുക്ക് നീഡിലിൽ കിട്ടും. ഒരു പ്രാവശ്യം കൂടി യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം വലിക്കുക, പിന്നെ യാൺ ഓവർ ചെയ്ത് പിന്നെ അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇതിനെയാണ് നമ്മൾ DC എന്ന് പറയുന്നത്. ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ വലിക്കും, പിന്നെ അടുത്ത 2 എണ്ണത്തിൽ കൂടെ വലിക്കും. ഇങ്ങനെയാണ് നമ്മൾ DC ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഹൈറ്റ് കൂടി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്തത്. ഇത് ഹാഫ് DC, ഇത് DC. ഡബിൾ ക്രോഷ്യോ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യോ ആണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ TR എന്നാണ് ഷോർട്ട് ഫോം ആക്കി എഴുതുന്നത്. അതിനെ നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുന്നത് ഈ ടീയുടെ പുറത്ത് ഇങ്ങനെ 2 വര വരച്ചിട്ടുള്ള ഒരു സിമ്പിളാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാവേ. നമ്മളിതിപ്പോൾ ഇവിടെ ഈ ത്രെഡിൻ്റെ അകത്ത് ഡബിൾ ക്രോഷ്യോ വരെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ഒരു പ്രാവശ്യം കൂടി യാൺ ഓവർ ചെയ്യണം. ഈ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിതാ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് വലിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അടുത്ത 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കണം. ഒന്നും കൂടി എടുത്തിട്ട് നമ്മൾ ഈ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കണം. ഇപ്പോൾ ഇവിടെ ഇത് ലെങ്ത്ത് കൂടുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു ത്രെഡ്, അടുത്ത 2 ത്രെഡ്, പിന്നെയും 2 ത്രെഡ്. കണ്ടോ? ഈ അടുത്ത സ്റ്റിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്താണ് ഡബിൾ ട്രിപ്പിൾ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതിനെ നമ്മൾ DTR എന്നാണ് ഷോർട്ടായിട്ട് എഴുതുക. അതിൻ്റെ സൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടീയുടെ പുറത്ത് 3 വരെയുള്ളതാണ് കേട്ടോ അതിൻ്റെ സൈനായിട്ട് വരുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈൻ വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യോ ചെയ്യാനായിട്ട് 2 പ്രാവശ്യമാണ് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ യാൺ ഓവർ ചെയ്തത്. ഇതിന് നമ്മൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. കണ്ടോ? 3 പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. ചെയിൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യോ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, അത് കഴിഞ്ഞ് അടുത്ത 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, അത് കഴിഞ്ഞ് അടുത്ത 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ലാസ്റ്റ് വരുന്ന 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇത് കണ്ടോ? ഇതൊന്നും കൂടി കാണിക്കാം കേട്ടോ. 1 2 3 പ്രാവശ്യം നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ആദ്യത്തെ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ
അടുത്ത 2 ത്രെഡ്, അത് കഴിഞ്ഞ് അടുത്ത 2 ത്രെഡ്, ലാസ്റ്റ് 2 ത്രെഡ്. കണ്ടോ? ഇതിനെയാണ് ഡബിൾ ട്രിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന എല്ലാ സ്റ്റിച്ചുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ സൈനുകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം ഒരുമിച്ച് നമ്മൾ ചെയിനിൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഒരു ഉയർന്നുയർന്ന് പോകുന്നതുണ്ടോ? ഇങ്ങനെ സ്റ്റിച്ചുകളെല്ലാം ഇതുപോലെ വരുന്ന കയറി 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 ലെങ്ത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ബേസിക്കായിട്ട് വരുന്ന ക്രോഷ്യയുടെ സ്റ്റിച്ചുകൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് തൊട്ട് ഞാൻ ഇതിൻ്റെ ഇൻക്രീസ് എങ്ങനെയാണ്, ഡിക്രീസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് അതിനെ നമ്മൾ എഴുതുന്നത് എന്നുള്ളതും കാണിച്ചു തരാം.